കോൺഷ്യസ്ലി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടും ഇത്തരം ആളുകളുണ്ട്. പ്രത്യേകിച്ച് അത് അമ്മ, അച്ഛൻ, അതുപോലെ അത്രയും അടുത്ത ബന്ധങ്ങളാവുമ്പോൾ പ്രത്യേകിച്ചും എക്സ്ട്രീംലി ഗുഡ് ആക്ടേഴ്സ് വെൻ ഇറ്റ് കംസ് ടു സച്ച് തിങ്സ്. ലൈക്ക് എന്ത് അങ്ങനെ ആർക്കുമോ എനിക്ക് ചോദിക്കുന്നത്. പക്ഷെ ഒരു പെർട്ടിക്കുലർ ജനറേഷൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അമ്മ, നമ്മുടെ എന്റെ അമ്മമ്മയ്ക്ക് ആയാലും അവരൊന്നും മിണ്ടില്ല, മനസ്സിലാവും. ലിജോ മോൾ എടുക്കുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ, അതുകൂടെ ഞാനത് ആ പേപ്പർ കൂടെ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ സ്ക്രിപ്റ്റിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അമ്പലത്തിന്റെ നോട്ടീസ് ആണത്. അത് എനിക്ക് തോന്നുന്നു വിഷ്വലി അത് അത്ര എവിഡന്റ് ആയിരിക്കില്ല. പക്ഷെ ഐ വാണ്ടഡ് ഒരു നമ്മുടെ ഉത്സവത്തിനൊക്കെ നമ്മുടെ അമ്പലത്തിന് നോട്ടീസ് വരുമല്ലോ, അയ്യപ്പൻ വിളക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, ആ സംഭവമാണ്. എനിക്കിതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു എലമെന്റ്, സാധാരണ നമ്മള് മനുഷ്യരുടെ ഇടയിലാവും നമുക്ക് പൊസസീവ്നെസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്കൊരു മെറ്റീരിയൽ ഒബ്ജക്റ്റിനോട് ഒരു പൊസസീവ്നെസ് തോന്നുന്നു എന്ന് പറയുന്നതിൽ എനിക്കൊരു കൗതുകം തോന്നി. അറിയുമ്പോൾ ലിജോ മോൾ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, ആസ് എൻ ആർട്ടിസ്റ്റ് ഐ തിങ്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ലിജോ. അപ്പോൾ എപ്പോഴും തോന്നാറുണ്ട് ഇപ്പൊ ജയ്ഭീമിൽ ഐ തിങ്ക് ടു എൻ എക്സ്റ്റെന്റ് ദേ ഹാവ് യൂസ്ഡ്, ബട്ട് ഐ തിങ്ക് ഇപ്പോഴും നമ്മൾ മലയാള സിനിമ യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ അവരുടെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ആ ഒരു പോയിന്റ് ഞാൻ പാർവതിയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാർവതിക്ക് ഇങ്ങനെ നമ്മളൊരു ക്യാരക്ടർ പറഞ്ഞു ഇതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ രീതിയിലും ഉള്ള ഒരു ഹോംവർക്ക് നടത്തിയിട്ട് വരും. വെറുതെ അങ്ങനെ വന്ന് ക്യാമറയുടെ മുമ്പിൽ നിൽക്കില്ല. അപ്പൊ സോ ഇറ്റ്സ് വെരി ഈസി ടു വർക്ക് വിത്ത് ഹർ ആൻഡ് ടെൽ ഹർ ദിസ് ഇസ് വാട്ട് ഐ തോട്ട് ഓഫ്, ഡു യു ഹാവ് എനി സജഷൻസ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് പാർവതിയായിട്ട് വർക്ക് ചെയ്യുന്നത്. ആഹ്ലാദത്തിൻ രവങ്ങൾ കൊഴിഞ്ഞു, ആനന്ദത്തിൻ ദിനങ്ങൾ കഴിഞ്ഞു. അർച്ചന വാസുദേവ്, അദ്ദേഹത്തിനെ കുറിച്ച് പറയണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. റൈറ്ററാണ്. ഷി ഹാസ് ബീൻ ട്രെയിനിങ് പീപ്പിൾ ഓൾസോ. ഷി വാസ് വർക്കിംഗ് ഇൻ ഗൂഗിൾ. ഷീ ഈസ് വർക്കിംഗ് ഓൺ എൻ അക്കാഡമി. ഷീ ഈസ് എ സ്ക്രീൻ റൈറ്റർ, കാസ്റ്റിംഗ് ഡയറക്ടറാണ്. സോ ദർ ആർ ലോട്ട്സ് ടു ടോക്ക് അബൌട്ട് അർച്ചന. സോ വെൽക്കം അർച്ചന. താങ്ക് യു. അർച്ചന, ഒരുപാട് നാളുകളുടെ വെയിറ്റിന് ശേഷം ഹെർ റിലീസായി. ഇപ്പോ ഒരുപക്ഷെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. എങ്ങനെയായിരുന്നു ഇന്നത്തെ മോർണിംഗ് ഫീഡ്ബാക്ക് ഒക്കെ? നമുക്ക് മിനിഞ്ഞാന്നൊരു പ്രിവ്യൂ ഉണ്ടായിരുന്നല്ലോ ഷെനോയ്സിൽ വെച്ചിട്ട് കൊച്ചിയിൽ. അപ്പോ അത് കഴിഞ്ഞപ്പോ മുതൽ ഇങ്ങനെ ചെറിയ ചെറിയ ഫീഡ്ബാക്സ് ഒക്കെ വന്നു തുടങ്ങി, റെസ്പോൺസ് ഒക്കെ വന്നു തുടങ്ങി. പക്ഷെ അത് വെച്ചിട്ട് ഇത് മെഷർ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു നീഷ് ഓഡിയൻസ് ആണ്, നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ആളുകളാണ് വന്നത്. പക്ഷെ പൊതുവെ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഇഷ്ടാവുന്നുണ്ട് സിനിമ. ഒരു ചെറിയ സിനിമയാണ്, ഒരു ക്യൂട്ട് ഫിലിം. പിന്നെ ആ രീതിയിലുള്ള റെസ്പോൺസസ് ആണ് വരുന്നത്. പക്ഷെ ഓൾസോ അതിന്റെ ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് ഇതൊക്കെ മാറ്റാമായിരുന്നു, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആവാമായിരുന്നു എന്നുള്ള റെസ്പോൺസസും ഉണ്ട്. ജനറൽ ഫീഡ്ബാക്ക് ലുക്സ് ലൈക്ക് ഇറ്റ്സ് പോസിറ്റീവ്. ഗുഡ്. ഇൻഫാക്ട് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഇതിന്റെ ഇൻവോൾവ്മെന്റ് ആണ്. ജീവിതഗന്ധിയാണെന്ന് പറയുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളിലും നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന, എനിക്ക് തോന്നുന്നു ഈ ഏജ് ഗ്രൂപ്പ് ഒരു പ്രശ്നമേ അല്ല. എല്ലാ ഏജ് ഗ്രൂപ്പിനും റിലേറ്റ് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഞാൻ കണ്ട ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഓഫ് കോഴ്സ് കാസ്റ്റിംഗ് ആൻഡ് ക്യാരക്ടേഴ്സ്, അതിനെ കുറിച്ചൊന്ന് പറയോ? ക്യാരക്ടേഴ്സ് ആൻഡ് കാസ്റ്റിംഗ്, ബിക്കോസ് അതിന്റെ വളരെ രസകരമായിട്ട് എനിക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആണെന്ന് തോന്നുന്ന രീതിയിലാണ് ഓരോ കഥാപാത്രം, ചെറിയ ക്യാരക്ടേഴ്സ്, ഈവൻ ഷിൻസിന്റെ ഒരു കഥാപാത്രം, അദ്ദേഹം ഒരു ഷോപ്പിലെ ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു ഡയലോഗ് ഉള്ളുവെങ്കിലും അതുപോലും അത്രയും ആപ്റ്റ് ആണെന്ന് തോന്നുന്നില്ല. ശ്രീകാന്ത് മുരളി, ഓക്കെ, ഡെഫിനറ്റ്ലി വിൽ കം ടു ദാറ്റ്. ബട്ട് കുഡ് യു ടോക്ക് അബൌട്ട് ലീഡ് ആക്ടേഴ്സിനെ കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് അതുകൂടി പറയാം. ലീഡ് ആക്ടേഴ്സ്, ലൈക്ക് യു കറക്റ്റ്ലി മെൻഷൻഡ്, നമ്മൾ ഇത് കഥ എഴുതുമ്പോൾ തന്നെ ചില ക്യാരക്ടേഴ്സിന് ഒരു മുഖം ഉണ്ടാവുമല്ലോ. അങ്ങനെ വന്ന മുഖങ്ങളാണ് മിക്കവാറും എല്ലാവരുടെയും. പ്രത്യേകിച്ച് ഉർവശി മാം ആയാലും പ്രതാപോധൻ സാർ ആയാലും, അതൊക്കെ എഴുതുമ്പോൾ തന്നെ ഇവരായിരുന്നെങ്കിൽ, ഇവർ ചെയ്തിരുന്നെങ്കിൽ, ഉർവശി മാം ശാന്ത ചെയ്തിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആവും എന്ന് നമുക്ക് ആ മൊമെന്റിൽ അറിയില്ല. പക്ഷെ ഞങ്ങൾ അതിനു വേണ്ടി, ഞങ്ങൾക്ക് അങ്ങനെ ഞാനും ലിജിനും, ഡയറക്ടർ ലിജിനും, ഞങ്ങൾ രണ്ടുപേരും അതില് ആദ്യം നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ, നമ്മൾ വിചാരിക്കുന്ന ആളുകളെ തന്നെ അപ്രോച്ച് ചെയ്യണം. ഈ ക്യാരക്ടേഴ്സ് ചെയ്ത് നന്നാവും എന്ന് നമുക്ക് തോന്നുന്ന ആളുകളെ തന്നെ അപ്രോച്ച് ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു. അതേ പ്രകാരമാണ് ഞങ്ങൾ പോയത്. ഭാഗ്യം കൊണ്ട് നമുക്ക് ആഗ്രഹമുള്ള, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ച എല്ലാവരും തന്നെ കൺവിൻസ്ഡ് ആയിരുന്നു ഈ സ്ക്രിപ്റ്റ് സംസാരിക്കുമ്പോൾ. അപ്പോൾ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഈസി ഫോർ മീ, ഫോർ ബോത്ത് ഓഫ് us to take it from there. ഇതിന്റെ ഒരു ത്രെഡ് വന്നിട്ടുണ്ടാവും. ദെൻ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിന്റെ ലിറ്റിൽ വളരെ സെറ്റിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പ്രതാപോധൻ ചെയ്ത കഥാപാത്രത്തില് ആ ജ്യൂസ് നിങ്ങൾ തന്നാ കുടിക്കായിരുന്നു എന്നൊക്കെ പറയുന്ന അത്രയും
ഡീറ്റെയിലിംഗിലേക്ക് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട് ആ രീതിയിൽ. ഇപ്പൊ ഈ ഇത് എഴുതിയിട്ട് അതിൻ്റെ അകത്ത് മ്യൂസിക്കും ഇതിന്റെ എല്ലാ ഡെവലപ്മെന്റിലും അർച്ചന പാർട്ടായിരുന്നു എന്നറിയാം. എന്നാലും ആ എഴുതുന്ന സ്റ്റേജ് തുടങ്ങി മനസ്സിലുണ്ടായിരുന്ന ചിത്രവും ഇപ്പൊ ഒടുവിൽ കാണുന്ന ചിത്രവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാ തോന്നുന്നത്? ഓക്കെ, അത് ഗുഡ് ക്വസ്റ്റ്യൻ. എനിക്കതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ എഴുതി അത് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ എഴുതിയ ഡയലോഗ്സ് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ സ്ക്രീനിൽ അത് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗൂസ് ബംസ് ഡെഫിനറ്റ്ലി ഞാൻ അനുഭവിച്ചു. അപ്പോ അത് മുമ്പ് ഇങ്ങനത്തെ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ഇറ്റ്സ് നൈസ്. ഒരു ഫീലിംഗ് ഇറ്റ്സ് വെരി നൈസ്. പിന്നെ ആ ഒരു പ്രോസസ്സിൽ എനിക്ക് തോന്നുന്നു ഞാൻ എഴുതിയ ഡയലോഗ്സ് എല്ലാം തന്നെ ഒരുവിധം അതുപോലെ തന്നെയാണ് സ്ക്രീനിൽ വന്നിട്ടുള്ളത്. വേറെ അതിന് ആക്ടേഴ്സ് ആയാലും അത് മാറ്റിയും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ബിക്കോസ് ഞങ്ങൾ ആക്ടേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അത് ചെയ്തിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ ഇത് ഇങ്ങനെ ആയിക്കൂടെ, അത് അങ്ങനെ ആയാലോ എന്നുള്ള അങ്ങനത്തെ ഡിസ്കഷൻസ്, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട് വിത്ത് ആക്ടേഴ്സ്. അതല്ലാതെ മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിട്ടില്ല. സോ ഐ തിങ്ക് ആ ഒരു എഴുതുമ്പോൾ ഉണ്ടായിരുന്ന ഞാൻ സംസാരിക്കുന്നത് പോലെയാണ് ഞാൻ ഡയലോഗ് എഴുതിയിട്ടുള്ളത്. അപ്പോ എനിക്കതില് അത് കടുകട്ടിയായിട്ട് പറയാനോ അല്ലെങ്കിൽ ആ ഭാഷയെ ഒന്ന് ഭംഗിയാക്കി, മലയാളം ഭാഷയെ ഭംഗിയാക്കി എഴുതാനോ ഒന്നും എനിക്ക് അത്രയ്ക്ക് വശമില്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് അറിയുന്ന പോലെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോ അത് ഡയലോഗായി വരുമ്പോൾ അത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് നൈസ്. ഇപ്പൊ അത് പറയുമ്പോൾ ചിലപ്പോ ഒരു പക്ഷേ എൻഡോഴ്സ്മെന്റ് ആണെന്ന് തോന്നും. ഇപ്പൊ ജോസ് ആലുക്കാസ് ആണെങ്കിലും ഈവൻ ഫാബിന്റെ വരെ റെഫർ ചെയ്യുന്ന അതെല്ലാവർക്കും ഫാബിനെ കുറിച്ച് പറയുന്ന ഒരു കമന്റ് കൂടിയാണ്. ഇപ്പൊ അത് പറയണല്ലേ, കാണുന്നവർക്ക് പിടികിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഇത് അനുഭവപ്പെടും. ഓക്കെ, നമുക്കും അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള നിലയ്ക്ക്. അപ്പൊ അത് ആ നിലയ്ക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു ആ കാര്യങ്ങളൊക്കെ. ഇത് പറയുമ്പോൾ ക്രോസ് റെഫറൻസസിന്റെ കാര്യം, അതെനിക്ക് ടെക്നിക്കലി എന്താ അങ്ങനെ പറയാന്നുള്ളത് എനിക്കറിയില്ല. ശ്രുതിയുടെ ഫിലിമിലാണെങ്കിലും നമുക്ക് അവസാനം പല കഥാപാത്രങ്ങൾ ക്രോസ് ഇത് ചെയ്യുന്നുണ്ടല്ലോ. ഹൈപ്പർ ലിങ്ക്, യെസ് യെസ് യെസ്, യാ യാ. ഇത് ഈ സ്ക്രിപ്റ്റിന്റെ സ്റ്റേജിൽ പ്ലാൻ ചെയ്തതാണോ അതോ ഇറ്റ് ഇവോൾവ്ഡ്? കാരണം നമ്മൾ ആദ്യം ഇതിങ്ങനെ ഒറ്റപ്പെട്ട കഥകളായിട്ടായിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇത് മാത്രമല്ല, ഈ ശരിക്കും 5 കഥകളല്ലാതെ കുറച്ച് കൂടുതൽ കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്ന് സെലക്ട് ചെയ്ത് നമ്മൾ 5 എണ്ണം എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ 5 എണ്ണവും ആദ്യം ഒറ്റപ്പെട്ട് നിന്ന കഥകൾ തന്നെയാണ്. പിന്നെ നമുക്ക് അതിനെ ഒരു കുറച്ചുകൂടെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആവും. ലിജിന്റെ ഒരു സജഷൻ ആയിരുന്നു, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവും, നീ ഒന്നുകൂടെ ഈ കഥകളിലൊക്കെ ഒന്ന് ഇരുന്നിട്ട് അതെങ്ങനെ ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കൂന്ന് എന്നോടൊരു സജഷൻ ചോദിച്ചു. അപ്പൊ ഞാൻ അതിൽ കഥകളിൽ ഒന്നുകൂടെ ഇരുന്നിട്ട് ആദ്യം മുതൽ അത് റീവർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ഹൈപ്പർ ലിങ്ക് ഫോമാറ്റിലേക്ക് മാറ്റുക ചെയ്തത്. ഇതില് ഒരു ആക്ടർ ഇല്ലാത്ത ഒരു കഥാപാത്രം ഉണ്ട്, അലക്സ. അതിന്റെ ഒരു റൈറ്റിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റിംഗ് ഓഫ് കോഴ്സ് നമുക്കിപ്പോ സ്ക്രിപ്റ്റ് ഒരു സിനിമ തിരിച്ചെടുക്കാൻ പറ്റുമോ വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇല്ല, പക്ഷെ നമുക്കതൊരു ഫീല് കിട്ടുമല്ലോ. അപ്പൊ ആ നിലയ്ക്ക് ഇപ്പൊ അതില് ലൈക്ക് ഹീസ് മൂവിങ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആൻഡ് തിരിച്ചു വരുമ്പോൾ പറയുന്ന ഒരു ഡയലോഗ്, അതിന്റെ ഒരു പ്രോഗ്രസ് ലൈക്ക് സ്റ്റാർട്ട് ടു എൻഡ് പോകുന്ന ഒരു സംഭവം, അതിന്റെ റൈറ്റിംഗ്. സോ ഹൗ വാസ് ദാറ്റ് ക്രാഫ്റ്റഡ്? ഓക്കെ, ഈ അലക്സ എന്ന് പറയുന്ന ഒരു സംഭവം, അതിന്റെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോ ഇവിടെ അച്ഛനും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻസും ഈ അലക്സ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആമസോണിന്റെ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് വീട്ടിൽ വന്നപ്പോ മുതലുണ്ടായിട്ടുള്ള ഇവരുടെ രണ്ടുപേരുടെയും ഇന്ററാക്ഷൻസും അതൊക്കെ കണ്ടിട്ട് അവിടുന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ അത് എഴുതിയത്. സോ അതിനൊരു പേഴ്സണൽ കണക്ട് ഉണ്ട്. അപ്പൊ എനിക്കിതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു എലമെന്റ്, സാധാരണ നമ്മള് മനുഷ്യരുടെ ഇടയിലാവും നമുക്ക് പൊസസീവ്നെസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്കൊരു മെറ്റീരിയൽ ഒബ്ജക്റ്റിനോട് ഒരു പൊസസീവ്നെസ് തോന്നുന്നു എന്ന് പറയുന്നതിൽ എനിക്കൊരു കൗതുകം തോന്നി. നമുക്ക് എല്ലാവർക്കും ഒരു പെർട്ടിക്കുലർ സാധനത്തിനോട് ഒരു അറ്റാച്ച്മെന്റ് തോന്നും. അറ്റാച്ച്മെന്റ് ഇസ് ക്വൈറ്റ് ഡിഫറെന്റ്, ബട്ട് പൊസസീവ്നെസ് ആയി അത് മാറുമ്പോൾ, അല്ലെങ്കിൽ എനിക്കൊരു ഒബ്ജക്റ്റിനോട് അറ്റാച്ച്മെന്റ് ഉണ്ട്, പക്ഷെ എന്നോട് അടുപ്പമുള്ള ഒരാൾക്ക് എനിക്ക് ആ ഒബ്ജക്റ്റിനോട് അറ്റാച്ച്മെന്റ് ഉള്ളത് പ്രശ്നമാവുന്നു എന്നുള്ളത് എനിക്കൊരു കൗതുകമായി തോന്നി. ആൻഡ് ഫ്രം there I kind of developed it. So it has that personal connect to it. അങ്ങനെയാണ് അത് ആ തോട്ട് വന്നതും ഡെവലപ്പ് ചെയ്തത്. അതില് 2 സോങ്സ് റെഫർ ചെയ്യുന്നുണ്ട്, 3 സോങ്സ് ഇൻഫാക്ട്. അപ്പോ ഒരു മലയാളം സോങ് ആണ് ഇത്. എല്ലാ സോങ്സിനും നമ്മളെ തൊട്ട് പോയിട്ടുള്ള സോങ്സിനും നമുക്ക് ഏതെങ്കിലുമൊക്കെ കഥകളോ ഇവന്റ്സ് ഒക്കെ ആയിട്ട് ഒരു കണക്ട് ഉണ്ടാവും. സോ ഡിഡ് യു പിക്ക് ദോസ് സോങ്സ്?
Yeah, I did. Yeah. അത് ഡെഫിനറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പാട്ട് ആയിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമുള്ള പാട്ടുകളൊക്കെയാണ് അതൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു എന്റെയൊക്കെ ഒരു അച്ഛനും അമ്മയുടെ ഒക്കെ ജനറേഷനിലൊക്കെ അവരെപ്പോഴും എന്താ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ whenever they want to play music they just go back to these very specific film songs. ഇപ്പൊ കിഷോർ കുമാർ സാറിന്റെ ആയാലും ഇപ്പൊ ഇതെല്ലാം മലയാളത്തിലെ യേശുദാസ് സാറിന്റെ പാട്ടുകളാണെങ്കിലും ഒക്കെ ഇവര് ഈ പർട്ടിക്കുലർ പാട്ടുകളൊക്കെ ചൂസ് ചെയ്യുന്നതും അത് കേൾക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷവും അതൊക്കെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ പിക്ക് ചെയ്തതാ. പറയുമ്പോ ലിറിക്സിനെ കുറിച്ച് പറയണം. സോ ഇസ് ഇറ്റ് ദ ഫസ്റ്റ് ടൈം യു ആർ റൈറ്റിംഗ് ലിറിക്സ് ഫോർ Yes, yes. This is the first time. But I don't know. ഇപ്പൊ ശരിക്കില്ല എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ലിറിസിസ്റ്റ് ഒക്കെ ഇത് കേട്ടാൽ ചിലപ്പോ എന്നെ കൊല്ലും. പക്ഷെ ഇതുപോലെ ലിറിക്സ് എഴുതേണ്ടി വന്നതാണ്. ഞാൻ ഇങ്ങനെ അങ്ങനെ ചെയ്തതല്ല. ഇത് നമ്മള് രമ്യയുടെ സീക്വൻസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് ആണെന്ന് അവിടുത്തെ ആ ഒരു ലൊക്കേഷൻ എന്തെങ്കിലും ചേഞ്ച് ഇൻ ദ ലൊക്കേഷൻ ദ നെക്സ്റ്റ് ഡേ. സോ ആ ദിവസം ഇങ്ങനെ ഒരു തോട്ട് ലിജിന് വന്നു. ഇങ്ങനെ നമുക്കൊരു പെപ്പി നമ്പർ അല്ലെങ്കിൽ ഒരു ഫൺ നമ്പർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നാവുമായിരുന്നല്ലേ എന്ന്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ലിറിസിസ്റ്റിനെ പിടിച്ചെടുക്കാൻ കൊണ്ടുവന്ന് നമുക്ക് പാട്ട് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ലിജിൻ ആസ്ക് മീ ക്യാൻ യു ട്രൈ സംതിങ്, എന്തെങ്കിലും നോക്കാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചപ്പോ ശരിക്കും അതൊരു ചാലഞ്ച് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഇരുന്ന് എഴുതിയതാണ്. ആ സെറ്റിൽ ഇരുന്ന് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഇപ്പൊ ഉച്ചയ്ക്ക് ആണ് എന്നോട് പറഞ്ഞത്. വൈകുന്നേരം ഒരു ഏകദേശം 7 മണിയാകുമ്പോൾ നമുക്കത് ഷൂട്ട് ചെയ്യണമായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വിടാമെന്ന് പറഞ്ഞു. അപ്പൊ ചെയ്ത നന്നാവും എന്ന് പറയുമ്പോൾ അത് എന്റെയും സിനിമയല്ലേ. അപ്പൊ പിന്നെ നന്നാവുമെങ്കിൽ നമ്മൾ മാക്സിമം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഴുതി. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ലിറിക്സ് എഴുതാനോ അതിന്റെ ഒരു ടെക്നിക്കാലിറ്റിയോ അതിന്റെ ഒരു ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എനിക്ക് അറിയുന്ന പോലെ എഴുതി. പിന്നെ ഗോവിന്ദ് വസന്തയാണ് അത് ഇത് ഇങ്ങനെ മാറ്റൂ അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് ആക്കൂ, ഇങ്ങനെയാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞത്. പിന്നെ ഒന്നുകൂടെ അതിനെ ഒന്ന് പോളിഷ് ഒക്കെ ചെയ്തെടുത്തു. ഇറ്റ്സ് ലൈക്ക് lyricists or writers are born എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ്. ആൻഡ് യു ആർ ആൻഡ് ദ ക്യാരക്ടേഴ്സ് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. ഞാനിതിപ്പോ അങ്ങനെ എഴുതിയ ഒരു ലൈൻസ് ആണെന്ന് പറയണുണ്ട് രമ്യ സെയിങ് ദാറ്റ്. കറക്റ്റ്. അത് ഞാൻ എഴുതിയത് അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് എഴുതിയ ലിറിക്സ് ആണെന്ന് അത് പറയണ്ടല്ലോ രമ്യയില്. സത്യമായിട്ടും അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാനിത് രമ്യക്ക് കാണിച്ചു കൊടുത്തപ്പോൾ രമ്യ ലിറിക്സ് എഴുതിയോ? പിന്നെ നമ്മുടെ സിനിമയാണ്, നമ്മുടെ പാട്ടാണ്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം, അത്രേ ഉള്ളൂ. കൂട്ടത്തിൽ പറയുന്ന ജോഷി വടമാടന്റെ ആൻഡ് ഹിസ് ആലാപനം ഓൾസോ ഇറ്റ്സ് ആൻഡ് ഇറ്റ്സ് വെരി ടൈംലി. അത് പ്ലേസ് ചെയ്തിട്ടുള്ളതും നല്ല രസമായിട്ട് എനിക്ക് ഐ ലവ് ദാറ്റ് വേ ആൻഡ് ദ ക്രാഫ്റ്റ് ഓഫ് ദാറ്റ് സ്റ്റോറി, ദാറ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോറി ടെല്ലിംഗ്. ലിജുമോളുടെ അത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു സാധനവും നല്ല രസമായിട്ടുണ്ട്. സോ can you talk about that? ആ പാട്ട് അതിനൊരു ഹിസ്റ്ററി ഉണ്ട് ശരിക്കും. ലിജിൻ ഈ പാട്ട് കേട്ട സമയത്ത് ദേ ഹാവ് എ ബാൻഡ്. ജോഷി സാറിന് ഒരു ബാൻഡ് ഉണ്ട്. സോ ഈ പാട്ട് ഓൾറെഡി അവർ ആ ബാൻഡിന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇറ്റ് വാസ് അവൈലബിൾ ഓൺ യൂട്യൂബ് മുമ്പ്, കുറച്ചു കാലം മുമ്പ്. ആൻഡ് ഈ പാട്ട് എനിക്ക് ഒരു ദിവസം ലിജിൻ യൂട്യൂബ് ലിങ്ക് അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊന്നും കേട്ട് നോക്കുന്ന രസമുണ്ടല്ലോ എന്ന്. അപ്പൊ എനിക്കും തോന്നി ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ കേൾക്കുന്ന പാട്ടുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു രീതി, ഒരു ഫീൽ ഉണ്ട് അതിനെന്ന് തോന്നി. ആൻഡ് വെൻ ഐ വാസ് റൈറ്റിംഗ് ഈ ലിജോ മോളുടെ സെഗ്മെന്റ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ഈ പാട്ട് ഇതിലുണ്ടെങ്കിൽ നന്നാവും. അപ്പൊ ഞാൻ ആ സമയത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ലിജിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ പാട്ട് നമുക്കിപ്പോ അവരത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഐ മീൻ there are a lot of formalities around it, right? Because it's someone else's property. അപ്പോ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ, അതിന് എന്തെങ്കിലും റൈറ്റ്സ് നമുക്ക് വാങ്ങി വെക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. ആൻഡ് ദെൻ ഹി സെഡ് ഓക്കെ നോക്കാം, നീ കഥ ആ ഒരു പാർട്ട് എഴുതി തരൂ എന്ന് പറഞ്ഞു. ഞാൻ എഴുതി കൊടുത്തു. ആൻഡ് ദെൻ ഹി ഓൾസോ ഫെൽ ദ സെയിം. അപ്പൊ എനിക്ക് തോന്നുന്നു ആ വീക്ക് തന്നെ നമ്മൾ അതിന്റെ റൈറ്റ്സ് വാങ്ങി നമ്മൾ അത് ബുക്ക് ചെയ്ത് വെച്ചു. ഐ മീൻ വി ജസ്റ്റ് ടോൾഡ് ദെം നോട്ട് ടു ഗിവ് ഇറ്റ് ടു എനിബഡി എൽസ്. അങ്ങനെ നമ്മൾ അത് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് അത് റൈറ്റ്സ് വാങ്ങി വെച്ചതാണ്. ആൻഡ് വി സ്റ്റിൽ ഡിഡ്ന്റ് നോ നമ്മൾ അത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് സിനിമയാക്കുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ. വി ആർ നോട്ട് ഷുവർ, ബട്ട് വി റിയലി വാണ്ടഡ് ദിസ് സോങ് ടു ബി പാർട്ട് ഓഫ് ദി ഫിലിം. അങ്ങനെയാണ് അത് ഉണ്ടായത്. ആൻഡ് ദേ വർ ഓൾസോ ഇൻട്രസ്റ്റഡ്. ഓക്കെ ഇതൊരു സിനിമയുടെ ഭാഗമാവുന്ന അവരും ഇത് കമ്പോസ് ചെയ്തപ്പോഴോ ഒന്നും പാടിയപ്പോഴോ ബാൻഡിൽ യൂസ് ചെയ്തപ്പോഴോ ഒന്നും ആലോചിച്ചിട്ടില്ല. ആനന്ദത്തിൻ ദിനങ്ങൾ കഴിഞ്ഞു, ആഹ്ലാദത്തിൻ രവങ്ങൾ കൊഴിഞ്ഞു. You
യൂഷ്വലി എന്റെ കോൺവെർസേഷൻസിൽ ഇത്തരം സാധനങ്ങൾ വരാത്ത, പക്ഷെ ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ലൈക്ക് നടന്ന സംഭവത്തിൽ there was a kind of something that നടന്ന സംഭവം എന്ന് പറഞ്ഞ ഫിലിമിൽ സാധാരണ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഒരു എലിമെന്റ് ലിജോ മോൾ is bringing it to the scene. And her character was very well, and here again it's like there is a 4-minute thing that we are talking about. So did the casting come after നടന്ന സംഭവത്തിന്റെ ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഇൻസ്പയർ ഉണ്ടായോ, അതോ ലൈക്ക് you had it her in mind earlier on? നോട്ട് അറ്റ് ഓൾ. കാരണം ലിജോ ചെയ്ത ഇതിപ്പോ ഞാൻ ആലോചിച്ച, ഞാനും ലിജിനും കൂടെ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ ആലോചിച്ചത്, അതായത് ഇതിപ്പോ ഒരു 3.5 വർഷം മുമ്പ് എഴുതിയതാണ്, 3 വർഷം മുമ്പ് എഴുതിയതാണ്, 2 വർഷം മുമ്പ് ഇത് ഷൂട്ട് ചെയ്തതാണ്. നടന്ന സംഭവം ഇസ് വെരി റീസെന്റ്, റൈറ്റ്? അപ്പോ ഇതുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഐ മീൻ ലിജോ അങ്ങനത്തെ റോൾ അപ്പൊ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു, ഞാനിത് ആലോചിച്ച സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഒരു സാധാരണ കുട്ടി, നമ്മളൊക്കെ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, പുറമേ നമുക്ക് ബോൾഡ് എന്ന് പറയാൻ തോന്നാത്ത, അത്തരത്തിൽ നമുക്ക് തോന്നാത്ത ഒരു ക്യാരക്ടറാണ് അഭിനയ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ആലോചിച്ചിരുന്നത്. ഇങ്ങനെ നമുക്കൊരു മനസ്സിലൊരു കാര്യം ഉണ്ടെങ്കിൽ തുറന്നു പറയാൻ മടിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ. ആ മുഖം ലിജോന്റെ മുഖമായിട്ട് കറക്റ്റ് ആയിരുന്നു. ഒരു സർപ്രൈസ് എലമെന്റ് കൊണ്ടുവരാനായിട്ട് ലിജോന് പറ്റും എന്ന് എനിക്കും തോന്നിയിരുന്നു. അതേപോലെ തന്നെ ഡയറക്ടർ ഓൾസോ ഫെൽറ്റ് ദ സെയിം. അങ്ങനെയാണ് ലിജോനിലേക്ക് എത്തുന്നത് ഈ കഥയുമായിട്ട്. ലിജോ വായിച്ച ഉടനെ തന്നെ സ്ക്രിപ്റ്റ് ആണ് കൊടുത്തത്. സ്ക്രിപ്റ്റ് വായിച്ച ഉടനെ തന്നെ ഓക്കെ എന്ന് പറയുകയും ചെയ്തു. അപ്പോ ഈ ഒരു എനിക്കറിയുമ്പോ ലിജോ മോൾ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, ആസ് എൻ ആർട്ടിസ്റ്റ് ഐ തിങ്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ലിജോ. അപ്പോൾ എപ്പോഴും തോന്നാറുണ്ട് എനിക്ക് ഇപ്പൊ ജയ്ഭീമിൽ ഐ തിങ്ക് ടു എൻ എക്സ്റ്റെന്റ് ദേ ഹാവ് യൂസ്ഡ് ഇറ്റ്, ബട്ട് ഐ തിങ്ക് ഇപ്പോഴും നമ്മൾ മലയാള സിനിമ യൂസ് ചെയ്യാത്ത, അല്ലെങ്കിൽ അവരുടെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ടില്ല എന്ന് തോന്നും. അപ്പം അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെയായിരുന്നു നമുക്ക് അഭിനയിക്കും. ആ രീതിയിലാണ് ലിജോയിലേക്ക് ഇത് എത്തുന്നത്. ലൈക് ശ്രീകാന്തും ലിജോ മോളായിട്ടുള്ള ലിജോ മോൾ ഹെൽമെറ്റ് ഒക്കെ വെച്ച് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഉള്ളൊരു സംഭവമാണ്. ക്വൈറ്റ് ക്യൂട്ട് the way you have done it. So was it written or it was improvised? It was written. അത് അങ്ങനെ തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതും ലിജോ മോൾ എടുക്കുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ, അതുകൂടെ ഞാനത് ആ പേപ്പർ കൂടെ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ സ്ക്രിപ്റ്റിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അമ്പലത്തിന്റെ നോട്ടീസ് ആണത്. അത് എനിക്ക് തോന്നുന്നു വിഷ്വലി അത് അത്ര എവിഡന്റ് ആയിരിക്കില്ല. പക്ഷെ ഐ വാണ്ടഡ് നമ്മുടെ ഉത്സവത്തിനൊക്കെ നമ്മുടെ അമ്പലത്തിൽ നിന്ന് നോട്ടീസ് വരുമല്ലോ, അയ്യപ്പൻ വിളക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, ആ സംഭവമാണത്. അപ്പൊ അത് അങ്ങനെ തന്നെ വേണം എന്ന് ഞാൻ നിർബന്ധം പിടിച്ചിട്ടുണ്ട്. അത് നോട്ടീസ് കാണണമെന്ന്, അയ്യപ്പൻ വിളക്കിന്റെ നോട്ടീസ് ആണെന്നുള്ളത് കാണണം. പക്ഷെ അന്ന് കണ്ടിട്ടില്ല, അത് കാണണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ആ ക്യാരക്ടറിന് ഇപ്പൊ ആശിഷ് പറഞ്ഞ പോലെ തന്നെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു മുഖം ശ്രീകാന്ത് സാറിന്റെ ആയിരുന്നു. പ്രത്യേകിച്ചും മാലാപാർവതി മാം അപ്പുറത്ത് വരുമ്പോ എനിക്ക് തോന്നി അവരുടെ ഒരു കോമ്പിനേഷനും വളരെ ക്യൂട്ടായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ശ്രീകാന്ത് സാർ ഉള്ളിലേക്ക് വന്നിട്ട് ലിജോ അവിടെ നിൽക്കുമ്പോൾ, അഭിനയ അവിടെ നിൽക്കുമ്പോൾ മോളോട് ചോദിക്കുന്ന അച്ഛന്റെ ഒരു കൺഫ്യൂഷൻ, അച്ഛൻ എപ്പോഴും മകളെ ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്ന ഒരു സംഭവമാണ് അവിടെ വർക്ക്ഔട്ട് ചെയ്ത് വരേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കമ്മിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, ഇറ്റ് വാസ് റിട്ടൺ ആസ് ഇറ്റ് ഈസ്. അതിന്റെ കൂട്ടത്തിൽ ചോദിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇപ്പൊ ആ ക്യാരക്ടർ പറയുന്ന ഒരു റീസൺ അല്ലെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ആൻഡ് അമ്മ ഇസ് നോട്ട് either not following or purposely pretending not to be following, പക്ഷെ അച്ഛമ്മ അത് കറക്റ്റ് ആയിട്ട് പിടിക്കുന്നുണ്ട്. സോ യു വാണ്ട് ടു ടോക്ക് അബൌട്ട് ദാറ്റ്? അത് എനിക്ക് തോന്നുന്നു ഒരു ഇതിപ്പോ നമ്മളിപ്പോ ഈ കഥയിൽ പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഇപ്പൊ ഇതിൽ പറയുന്ന ഏത് കാര്യങ്ങളും, ഈ മൊത്തം സിനിമയിലെ ഹേറിൽ പറയുന്ന ഒരു കാര്യവും നമുക്കൊരു സർപ്രൈസ് അല്ല. നമ്മളത് ചില ആൾക്ക് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ നമ്മൾ ചോദിച്ചാൽ അത് നുണയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചുറ്റും നടക്കുന്നുണ്ട്. മേ ബി അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, നമ്മളത് ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടോ ഒരു മടി കൊണ്ട് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അപ്പോ അതുകൊണ്ടാണ് അമ്മമ്മയുടെ ക്യാരക്ടറിന് അത് മനസ്സിലായി എന്നുള്ളത് എളുപ്പം. അങ്ങനെ ഒന്ന് ആ ഒരു തോട്ട് ഞാൻ ആലോചിച്ചത്. കാരണം ജനറേഷൻസ് ആയിട്ട് നടക്കുന്ന, അതായത് ഇതിപ്പോ പെട്ടെന്നുള്ളൊരു നമ്മുടെ ജനറേഷനിൽ വന്നതോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജെൻസിയുടെ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും അല്ല. ദിസ് ഇസ് ബീൻ ദേർ. നമ്മള് സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അപ്പോ ദാറ്റ്സ് വൈ ഐ വാണ്ടഡ് ദാറ്റ് കൈൻഡ് ഓഫ് എ കണക്ട്. സോ ചില സ്ത്രീകളില്, ഞാൻ പ്രത്യേകിച്ച് ഇപ്പൊ മാലാപാർവതി മാമിന്റെ ക്യാരക്ടറിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്, വെൻ ഐ വാസ് റൈറ്റിംഗ് ഇറ്റ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഷി ഡസന്റ് അണ്ടർസ്റ്റാൻഡ്, ഇറ്റ്സ് ദാറ്റ് ദ തിങ് ഈസ് ഷി ഡസന്റ് വാണ്ട് ടു. there's a difference ആ കാര്യത്തിൽ, അല്ലെ? നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, നമുക്കത് വിവരം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ
അത് പറ്റില്ല. അത് ദാറ്റ്സ് നോട്ട് അലൗഡ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളൊക്കെ എടുക്കും. എന്റെ അമ്മയും അച്ഛനും, എന്റെ അമ്മയായാലും അച്ഛനായാലും അല്ലെങ്കിൽ മുതിർന്ന ആളുകളൊക്കെ ആയാലും അത് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കോൺഷ്യസ്ലി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടും ഇത്തരം ആളുകളുണ്ട്. പ്രത്യേകിച്ച് അത് അമ്മ, ആം, അച്ഛൻ, അതുപോലെ അത്രയും അടുത്ത ബന്ധങ്ങളാവുമ്പോൾ പ്രത്യേകിച്ചും ദേ ആർ എക്സ്ട്രീംലി ഗുഡ് ആക്ടേഴ്സ് വെൻ ഇറ്റ് കംസ് ടു സച്ച് തിങ്സ്. ലൈക്ക് എന്ത് അങ്ങനെ നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ ഒരു പെർട്ടിക്കുലർ ജനറേഷൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പൊ എന്റെ അമ്മമ്മയൊക്കെ ആയാലും അവരൊന്നും മിണ്ടില്ല, മനസ്സിലാവും. പക്ഷെ ഇങ്ങനെ ഈ അഭിനയം ഉണ്ടാവില്ല, ഈ അഭിനയം സ്റ്റേജ് അവർ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഇല്ലേ, അങ്ങനെ ഉണ്ടോ, അങ്ങനെ ഞെട്ടലൊന്നും അവർക്കില്ല, അവർ ഞെട്ടുന്നില്ല. ഞെട്ടൽ സ്റ്റേജ് അവർ കഴിഞ്ഞിട്ട് അവര് ഒരുതരം മൗനം സ്റ്റേജിലേക്ക് എത്തും. അതാണ് ലിജുവിന് അഭിനയുടെ അമ്മമ്മ. അഭിനയുടെ അമ്മമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്, അതേപോലെ ആ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് ഡ്രാമയൊക്കെ ചെയ്യും, ചിലര് നമ്മൾ കുറച്ച് ഡ്രാമ ചെയ്യും, ചിലര് മിണ്ടാണ്ടിരിക്കും, ചിലര് ഇതിനെക്കുറിച്ച് കൂടുതൽ അനലൈസ് ചെയ്യണം എന്ന് വിചാരിക്കും. ശരി, ഇപ്പൊ വേണ്ട, ഇപ്പൊ കറക്റ്റ് ടൈമല്ല, അനിയത്തിയുടെ ക്യാരക്ടർ. അതുപോലെ അങ്ങനെ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ തന്നെയാണ്. സോ ഐ വാണ്ടഡ് ദാറ്റ് അമ്മമ്മ ക്യാരക്ടർ ടു ബി there ബിക്കോസ് ആൻഡ് നോട്ട് യൂസ് ഡയലോഗ്സ് ബിക്കോസ് ദാറ്റ്സ് ഹൗ ഐവ് സീൻ ഇറ്റ്. അവര് അനുഭവങ്ങൾ കൊണ്ടും അവർ ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ മൗനത്തിലൂടെ മനസ്സിലാക്കുക, ശരി ഇതാണെങ്കിൽ അങ്ങനെ എന്ന രീതിയിൽ. Quite well explained. And I mean, it doesn't need an explanation. പക്ഷേ എനിക്ക് തോന്നി അത് അങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ, because so far we have not been using this in the movies. I mean, at least in general common നമ്മൾ കാണുന്ന മൂവീസിലും കാണാത്ത ഒരു സംഭവം. നമ്മൾ ഈ വിഷ്വൽ റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി, because it was quite late and it was only me who was watching, I watched on phone. അപ്പൊ നമുക്ക് അതിൽ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല. ലൈക്ക് വാട്ട് ഇസ് ദ ടെക്സ്റ്റ് ദാറ്റ് ദേ ഹാവ് ബീൻ കമ്മ്യൂണിക്കേറ്റിംഗ് ഓവർ ഫോൺ. That was not visible on phone. This is maybe to the director also. Like നമ്മുടെ ഫോൺ മെസ്സേജസ് നമുക്ക് എടുത്ത് കാണിക്കുന്ന ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും that is not even that visible maybe. Similarly, like നമുക്ക് ആ ടൈം ഫാക്ടർ കാണിക്കുന്ന പാൻ ചെയ്തിട്ടുള്ള ലിജോ മോളുടെ സീൻ ഇതിലുള്ള അതും ടൈം എലിമെന്റ് is not that visible on mobile phone. On the phone, okay. Yeah, but it doesn't affect much to the story. പക്ഷെ intention, it may not reach to the. I mean, I'm just giving a case. Yeah. Then I don't know whether you have anything to answer. ഇല്ല, ഞാൻ ഈ ടെക്നിക്ക് ഇതൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സോ ഐ തിങ്ക് ഐ ലെറ്റ് ദം നോ. അത് പറയുമ്പോൾ ലൈക്ക് വി ആർ ടോക്കിംഗ് അബൌട്ട് ദിസ് റിലീസിംഗ് ഓൺ മനോരമ മാക്സ് ഓർ OTT എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഗുണം ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ വി ക്യാൻ ഗോ ബാക്ക് ആൻഡ് ക്രോസ് റെഫറൻസ്. ദിസ് ഹൈപ്പർ ലിങ്ക് ക്യാൻ ബി വ്യൂഡ് അഗെയിൻ. മൂവി ഹോളിൽ ചിലപ്പോൾ എല്ലാ കണക്റ്റും കറക്റ്റ് കിട്ടുമോന്ന് എനിക്കറിയില്ല. ലൈക്ക് ഐശ്വര്യ രാജേഷ് ഈസ് ടോക്കിംഗ് ടു ദാറ്റ് ക്യാരക്ടർ ഈസ് ടോക്കിംഗ് ടു രുചി എന്നുള്ളത് purposely I'm not picking the name, let people get that surprise. അത് ചിലപ്പോ നമുക്ക് ഈ ഒരു കൺവീനിയൻസ് ഉള്ളത് കൊണ്ട്, because it is OTT, we can go back and listen to those dialogues, right? So ശരിയാണ്. അത് I just wanted to say that OTT helped that way. അതെ, ഇത് ആദ്യം മുതൽ നമ്മളിത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് OTTക്ക് വേണ്ടി എന്ന രീതിയിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. അത് തിയേറ്റർ, എനിക്ക് എന്താ പറയാ, നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. നമ്മൾ 2 years മുമ്പാണല്ലോ ഇത് ഷൂട്ട് ചെയ്തതും. അപ്പോ ശരിക്കും പറഞ്ഞാൽ ആന്തോളജിക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ ഒരു ഡിമാൻഡും കൂടെ ഉള്ള ഒരു സമയം കൂടെ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് OTT എടുക്കുന്ന ഒരു സമയം, ഒരുപാട് OTT പ്ലാറ്റ്ഫോംസ് എടുക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പൊ നമ്മൾ തിയേറ്റർ എന്നുള്ളതിന്റെ ആ ഒരു കാര്യമേ, സാധ്യതയെ ആലോചിച്ചിട്ടില്ല. അപ്പൊ എല്ലാ രീതിയിലും അത് OTTക്ക് വേണ്ടിയാണ് നമ്മൾ അതും ചെയ്തത്. സോ ലൈക്ക് യു സെഡ്, യു ഹാവ് ദാറ്റ് ലക്ഷറി ടു ഗോ ബാക്ക് ആൻഡ് ചെക്ക് ഇഫ് സംതിങ് ഇസ് നോട്ട് വെരി ക്ലിയർ. യൂഷ്വലി ഫിലിമിൽ അങ്ങനെ കുറെ നമുക്ക് ഉണ്ടാവും ചില കാര്യങ്ങൾ നമുക്ക് രണ്ടാമത്തെ വാച്ചിൽ കിട്ടുന്നത്. പക്ഷെ ദിസ് ഈസ് വാട്ട് ആർ ദേ ടോക്കിംഗ് എന്നുള്ളത് സ്പെസിഫിക്കലി അറിയണമെങ്കിൽ യു ഹാവ് ടു ഗോ ബാക്ക് ആൻഡ് ലിസൺ എന്ന് തോന്നി. So it's been like 2 to 3 years, and I know Archana is a person who doesn't sit idle. You always keep doing something innovative. So what are you cooking newly? ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഹേർ ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്നത് തന്നെയായിരുന്നു ഇത് അടുത്ത ഒരു പ്രോജക്റ്റിലേക്ക് നീങ്ങാനായിട്ട്. ബട്ട് അതിന്റെ ഒരു എന്താ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അടുത്തൊരു സ്ക്രിപ്റ്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക.
ഒന്ന് ഓൾമോസ്റ്റ് ഇസ് ഡൺ, ദി അതർ വൺ ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ഇറ്റ്. അപ്പോൾ ഞാൻ അത്ര ധൃതി പിടിച്ച് ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ട് വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ലെറ്റ്സ് ഡു ആർ നെക്സ്റ്റ് എന്ന രീതിയിലാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ലൈക്ക് യു സെഡ്, ഞാൻ ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇതിന്റെ ഒരു വഴിക്ക് നടക്കുന്ന അതിനെ അങ്ങനെ വിടുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും അല്ലല്ലോ സിനിമ. ഗോഡ് ഹാസ് അതർ പ്ലാൻസ്, പ്രൊഡ്യൂസേഴ്സ് ഹാവ് അതർ പ്ലാൻസ്. അപ്പോൾ എല്ലാവർക്കും വേറെ വേറെ പ്ലാനുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ഭാഗം ചെയ്ത് വെക്കാന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ദെൻ യു ജസ്റ്റ് നീഡ് ടു ലീവ് ദ റെസ്റ്റ് ഓഫ് ഇറ്റ് ടു എവറിബഡി അറൌണ്ട് യു ഹു ഇസ് ഗോയിങ് ടു വർക്ക് വിത്ത് യു. അപ്പോ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പൊ എനിക്ക് ഉണ്ട്. മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഉണ്ട്. all the best for those ventures, and I'm sure ഇത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടായിരിക്കും. ലൈക്ക് the same thing can be നമുക്ക് ഏറ്റവും വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് പറഞ്ഞു പോകാം, ബട്ട് to each of those things you have gone in detail. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. I saw another very appropriate, most apt character, ഒരു ഫോണും അലക്സിയും സജസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിന് she has done pretty well. So was that character സ്ക്രീനിൽ വരണം എന്നുള്ളത് ഡിഡ് ദ ഡയറക്ടർ ഡിസൈഡഡ് ഓർ റൈറ്റർ ഡിസൈഡഡ്? ഞാൻ ഏതായി പറയേണ്ടത് ഞാൻ ആലോചിക്കായിരുന്നു. ശരി, അയ്യോ അല്ലല്ല, വി ഡിഡ്ന്റ് ഡിസൈഡ് അറ്റ് ഓൾ. ഓക്കെ, ദാറ്റ് വാസ് ബിക്കോസ് ആ ക്യാരക്ടർ ചെയ്യേണ്ടിയിരുന്ന ആളന്ന് വന്നില്ല, വരാൻ പറ്റിയില്ല രാവിലെ. അപ്പൊ പിന്നെ ആ മൊമെന്റിൽ നമ്മൾ ആരെ വെച്ച് ചെയ്യും? പിന്നെ ഓഫ് കോഴ്സ് അത് ഔട്ട്ഡോർ ആണ്, നമ്മളൊരു ഷോപ്പിലാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, ലൊക്കേഷൻ ടൈം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ആരെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നത് നമുക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ ചെയ്യേണ്ടി വന്നതാണ് അത്. എന്ന് വെച്ചാൽ അവിടെ മറ്റു പണികളൊക്കെ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നീ പോയിട്ട് അതൊന്ന് ചെയ്യുന്നു പറഞ്ഞപ്പോ ഞാൻ പോയി ഇരുന്ന് ചെയ്തതാ. അവര് എന്തൊരു മേക്കപ്പ് ഒക്കെ ഇട്ട് എന്നെ അവിടെ കൊണ്ടിരുത്തിച്ചു, അത്രേ ഉള്ളൂ. അല്ലെ, ഞങ്ങൾ വിളിച്ചിരുന്ന പെൺകുട്ടിക്ക് അത് വരാൻ പറ്റിയില്ല രാവിലെ, അതുകൊണ്ട് സംഭവിച്ചു പോയതാണ്. പക്ഷെ അത് വളരെ രസമായിട്ടുണ്ടായിരുന്നു. ക്യാരക്ടറും ഹെർ റെക്കമെൻഡേഷൻസ് ആൻഡ് ഹെർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എൽഡർലി ഓൾ ദിസ് വർ ക്വൈറ്റ്, ഐ ലവ് ദാറ്റ്. ഈ കാര്യം കൂടി എനിക്ക് പറയേണ്ടതുണ്ട്. അതായത് when people who have worked in like IT ആയിക്കോട്ടെ, ന്യൂ ജനറേഷൻ കൈൻഡ് വർക്ക് അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, ഫിലിം മേക്കിംഗിൽ വരുമ്പോൾ ഉള്ള ഒരു ഇത്, ഇപ്പൊ ഐ ആം കാതലനില് റീസെന്റ് സജിൻ റോട്ട് ദ സ്ക്രിപ്റ്റ്, ആൻഡ് അതില് ഒരു ഹാക്കിംഗ് സീൻ ആൻഡ് ഓൾ, ഇറ്റ്സ് ഡൺ ക്വൈറ്റ് ഇംപ്രസീവ്ലി റിയലിസ്റ്റിക്. അതുപോലെ തന്നെ ഇതില് രുചി പ്രസന്റ് ചെയ്യുന്ന ഡിസാസ്റ്റർ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ളത് അത്യാവശ്യം അതിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടാണ്. സോ ഐ നോ യു ഹാവ് വർക്ക്ഡ് ഇൻ ദ സ്ക്രിപ്റ്റ്, യു ഹാവ് വർക്ക്ഡ് വെൽ ഓൺ ടു പ്രസന്റ് ഇറ്റ് ദാറ്റ് വേ. സോ ഹൗ വാസ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പാർവതി ടു ഡു ദിസ് ക്യാരക്ടർ? ഈ പ്രസന്റേഷന്റെ സംഭവം ഷി ഡിഡ് ക്വൈറ്റ് വെൽ, അത്. സോ ഹൗ വാസ് ദാറ്റ് എക്സ്പ്ലനേഷൻ ടു ഹർ? ഞാൻ അഡ്വർടൈസിംഗ് ആയിരുന്നെങ്കിലും ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്തെന്നുള്ളതിന്റെ ഒരു പരിചയം ചിലപ്പോൾ എനിക്ക് അതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ആ സ്ലൈഡ്സ് എന്നുള്ളതിൽ ഞാൻ മാക്സിമം ക്രിസ്പ് ആക്കാനായിട്ടാണ് ശ്രമിച്ചത്. കാരണം ആരും അത് ശ്രദ്ധിക്കില്ല, നോബഡി റിയലി വാച്ചസ് ടെക്സ്റ്റ് ഓൺ സ്ക്രീൻ. അപ്പോ അത് ആ ഒരു പോയിന്റ് ഞാൻ പാർവതിയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാർവതിക്ക് എങ്ങനെ നമ്മളൊരു ക്യാരക്ടർ പറഞ്ഞു ഇതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ രീതിയിലും ഉള്ള ഒരു ഹോംവർക്ക് നടത്തിയിട്ട് വരും. വെറുതെ അങ്ങനെ വന്ന് ക്യാമറയുടെ മുമ്പിൽ നിൽക്കില്ല. അപ്പൊ സോ ഇറ്റ്സ് വെരി ഈസി ടു വർക്ക് വിത്ത് ഹർ ആൻഡ് ടെൽ ഹർ ദിസ് ഇസ് വാട്ട് ഐ തോട്ട് ഓഫ്, ഡു യു ഹാവ് എനി സജഷൻസ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് പാർവതിയായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു പാർവതി കമ്മിങ് ഫ്രം ദ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ദാറ്റ് ഷീ ഹാസ് വർക്കിംഗ് ഇൻ ഡിഫറെന്റ് ലാംഗ്വേജസ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അപ്പൊ ഇതിങ്ങനെയാണ് സാധാരണ, ഈ രീതിയിലാണ് ഒരു ബോർഡ് റൂം ഇതിങ്ങനെയായിരിക്കും, നമ്മളത് പ്രസന്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ബോഡി ലാംഗ്വേജ് ഒക്കെ പെട്ടെന്ന് തന്നെ അപ്പൊ കിട്ടുന്ന രീതിയിലാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ഒരു പ്രൊഫഷണലിസവും നമ്മൾ ഇതിനെ ഹെൽപ്പ് ചെയ്യുമല്ലോ. അപ്പൊ അവര് നമ്മൾ ക്യാരക്ടർ കൊടുത്ത് സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ഹോംവർക്ക് ചെയ്ത് വന്ന് അത് ചെയ്യുമ്പോൾ ഉള്ളൊരു വൃത്തി അതിന് കിട്ടും. അപ്പൊ അതെന്തെങ്കിലും രീതിയിൽ അത് കൺവിൻസിങ് ആണെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദി ആക്ടർ ഓൾസോ.